ഒരുപാട് ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. പിന്നെ ഞങ്ങളുടെ തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഒരിക്കലും റിവീൽ ചെയ്യേണ്ട ആവശ്യമില്ല. അത് എബോവ് ഫ്രണ്ട് അല്ലെങ്കിൽ എബോവ് ദ ബെസ്റ്റി എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു റിലേഷനാണ് ഞങ്ങൾ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഫീമെയിൽ കുറച്ചുകൂടെ ഒരു പൗരുഷം കാണിച്ച് നടന്നു കഴിഞ്ഞാൽ അത് സെലിബ്രേറ്റ് ചെയ്യും ആൾക്കാർ. ബട്ട് മെയിലിനോട് ചെന്ന് പറയാം നീ നാളെ ഒരു ആണിനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ അവൻ കേൾക്കോ? ഇല്ല. പക്ഷെ അവർ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അവർ കാണാത്തൊരു കാര്യം കാണുന്നു. ഞങ്ങൾ കൊട്ടയൊക്കെ നെയ്യുമായിരുന്നു. എത്തിയിട്ടാണ് ഞങ്ങളെ അമ്മ ഞങ്ങളെ ഇത്രയും പഠിപ്പിച്ച് വലുതാക്കിയത്. എന്റെ അമ്മ എന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ ഇന്റർവ്യൂവിൽ വന്നിരിക്കത്തില്ല, ഞാനിപ്പോ ഒരു നേഴ്സ് ആവില്ല. ഈ ചെറുക്കൻ എങ്ങനെ നടക്കണേ? ഭയങ്കരമായിട്ട് ഞാൻ ഡിപ്രസ് കുറച്ച് നാളത്തേക്ക് ഇൻസ്റ്റഗ്രാം സ്റ്റോപ്പ് ചെയ്തു. മെയിൽ ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു ചെറിയ ഫെമിനിൻ ടച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ പറയുന്നു ആണുങ്ങളുടെ വില കളയുന്നു. ആൺശരീരത്തിൽ ഒരു പെണ്ണിന്റെ മനസ്സ് കുടുങ്ങി കഴിഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് അതിന് പറിച്ചു കളയാൻ പറ്റില്ല. അന്ന് നിങ്ങൾ ഈ ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്നാ മെയിൽസിന്റെ ഹോർമോൺ ട്രീറ്റ്മെന്റ് ആയിക്കൂടെ? ആരും പെർഫെക്റ്റ് അല്ല ചേച്ചി ഈ ലോകത്ത്. ഇത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഈ ലോകത്ത് വേറെ കാണില്ല. അവരുടെ ആ വിഷമം മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ അവരായിട്ട് ജീവിക്കണം. ഇപ്പോഴും എഴുതിയിട്ടുണ്ട്. ലിപ്സ്റ്റിക് ലൈറ്റ് ആയിട്ട് ജസ്റ്റ് ഇടാറുണ്ട്. കണ്ണ് ഞാൻ എഴുതാറുണ്ട്. പണ്ട് നമുക്ക് കണ്ണ് എഴുതാറുണ്ട്. ഇഫ് മിഥുൻ ഇഫ് യു ആർ എ ഗേൾ ഐ വുഡ് ലൈക്ക് ടു മാരി യു. ലൈക്ക് ആരെങ്കിലും പ്രണയം ചെയ്തിട്ടുണ്ട്. ആൺകുട്ടികളും ചെയ്തിട്ടുണ്ട്, പെൺകുട്ടികളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്കും എനിക്കൊന്നും പറയാൻ അവരോടില്ല. പിന്നെ കർമ്മ എന്നൊരു സാധനവും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ചെയ്യുന്നത് എന്തോ അത് നിങ്ങൾക്ക് കിട്ടും.